മനസ്സിലാക്കുക. 23-ാമത്തെ ഹദീസ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. കുന്ന ഇദാ സ്വഇദ്ന കബ്ബർന വ ഇദാ നസൽന സബ്ബഹ്ന. ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ഉയരത്തിലേക്കാണ് കയറുന്നതെങ്കിൽ ഞങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയും. ആ ഉയരത്തിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്നും പറയും. അപ്പോൾ നമ്മൾ ഏതൊരു സന്ദർഭത്തിലും മുകളിലേക്ക് കയറുമ്പോൾ അല്ലാഹു അക്ബർ, താഴോട്ട് ഇറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ്. അത് ലിഫ്റ്റിൽ കയറുമ്പോഴാണെങ്കിലും ഇറങ്ങുമ്പോഴാണെങ്കിലും ഇത് ബാധകമാണ്. ഒരു പർവ്വതം അല്ലെങ്കിൽ ഒരു കുന്ന് കയറുമ്പോൾ ഇറങ്ങുമ്പോൾ ഇത് ബാധകമാണ്. വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും വിമാനം ഇറങ്ങുമ്പോഴും ഇത് ബാധകമാണ്. അങ്ങനെ ഏതൊരു കയറ്റത്തിലും അല്ലാഹു അക്ബർ, ഏതൊരു ഇറക്കത്തിലും സുബ്ഹാനല്ലാഹ് എന്ന് പറയൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. 24-ാമത്തെ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറയുന്നത്, കാന ഇദാ ഖദിമ മിൻ സഫരിൻ, അള്ളാഹുവിൻ്റെ റസൂൽ ഒരു യാത്ര കഴിഞ്ഞ് വന്നാൽ ബദഅ ബിൽ മസ്ജിദി ഫറകഅ ഫീഹി റകഅത്തൈൻ, പള്ളിയിൽ കയറി 2 റക്അത്ത് നമസ്കരിച്ചിട്ടായിരുന്നു വീട്ടിലേക്ക് കയറിയിരുന്നത്. അപ്പോൾ ഇത് യാത്ര ചെയ്ത് മടങ്ങി വരുന്നവർക്കുള്ള സുന്നത്താണ്. ഏതൊരു യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നാലും തൊട്ടടുത്ത വീടിൻ്റെ അടുത്തുള്ള പള്ളിയിൽ കയറി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കൽ പ്രധാനപ്പെട്ട ഒരു ചര്യയാണെന്ന് മനസ്സിലാക്കുക.